എറണാകുളം അതിരൂപതയിലെ 4 വൈദികർക്കെതിരെ മാർ പുത്തൂർ മുഴക്കിയ ഭീഷണി വിലപ്പോയില്ല. ഇന്നലെ, അതായത് ചൊവ്വാഴ്ചക്കകം പള്ളിമേട വിട്ട് പുറത്തു പോകണമെന്നും വിജോ ഭവനിൽ അഭയം തേടണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ തീട്ടൂരം, മാർ പുത്തൂരിന്റെ. പക്ഷേ പുത്തൂരിന്റെ ഈ കൽപ്പന, അതായത് ഈ 4 വൈദികരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വികാരി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള ആ ഉത്തരവ് കോടതി അലക്ഷ്യമാണ്, അതുകൊണ്ട് തന്നെ അത് സാധുവല്ല എന്ന നിയമോപദേശമാണ് ഈ വൈദികർക്ക് കിട്ടിയത്. ആ നിയമോപദേശത്തിന്റെ ബേസിസിൽ അവർ പള്ളിമേട വിട്ടു പോകാനായിട്ട് തയ്യാറായിട്ടില്ല. നാളെ തുടങ്ങി അവിടെ വിശുദ്ധ കുർബാന തുടരുന്നതായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, എത്ര വൈദികരെ ഇവർ സസ്പെൻഡ് ചെയ്യും നമ്മുടെ പള്ളികളിൽ നിന്ന്? എത്ര വൈദികർക്ക് അദ്ദേഹം ശിക്ഷ വിധിക്കും? എത്ര വൈദികരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റും? എത്ര വൈദികരെ? ഞാൻ ഓർക്കുന്നുണ്ട് 1959 നമ്മുടെ വിമോചന സമരം. അന്ന് അറസ്റ്റ് വരിക്കുക എന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അതായത് ആപാലവൃത്തം ജനങ്ങള് അങ്കമാലിയിലേക്ക് പോവുകയാണ്. അങ്കമാലിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യും. അവരെ ഇടുവാനായിട്ട് തടങ്കലില്ല, ജയിൽ മുറികളില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവരെ വണ്ടിയിൽ കയറ്റി, പോലീസ് വണ്ടിയിൽ കയറ്റിയിട്ട് 10-15 മൈൽ ദൂരെ കൊണ്ടുപോയി ഇറക്കി വിടുമായിരുന്നു. അപ്പൊ അവർക്ക് നടന്ന് തിരിച്ചു പോകണം. അതായിരുന്നു ശിക്ഷ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അതിരൂപതയിലെ വൈദികരെ അവർ സസ്പെൻഡ് ചെയ്യട്ടേന്നേ. പുത്തൂര് എത്ര പേരെ സസ്പെൻഡ് ചെയ്യും? 4 പോലെ 40, 40 പോലെ 400 അദ്ദേഹം സസ്പെൻഡ് ചെയ്യട്ടെ. നമുക്ക് കാണാമല്ലോ ഇത് എവിടെ ചെന്ന് നിൽക്കുന്ന. ഒരുപക്ഷെ അതാണ് നമുക്കിവിടെ വേണ്ടത്. 10, 40, 400 അച്ഛന്മാരെ സസ്പെൻഡ് ചെയ്താൽ ആഗോള തലത്തിലുള്ള ഒരു ന്യൂസ് ആയിട്ട് മാറും. മനസ്സിലായില്ലേ? മാർപ്പാപ്പ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? 10-40 വൈദികർക്കെതിരെ നടപടിയെടുത്തു എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ വെറുതെ ഇരിക്കില്ല. അപ്പോഴായിരിക്കും അദ്ദേഹം നമ്മുടെ എറണാകുളത്തെ പ്രശ്നത്തെ പറ്റി ശരിയായിട്ട് ആഴത്തിൽ പഠിക്കുവാൻ പോകുന്നത്. ഇപ്പോഴത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, താഴത്ത് പുത്തൂര്, അതുപോലെ തന്നെ വാസില്, ഇതെല്ലാവരും ഇവരുടെ കള്ളക്കളികളാണ്. മാർപ്പാപ്പ നിയമിച്ചു എന്ന് പറയുന്നതല്ലാതെ ഇതൊക്കെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തും റെക്കമെൻഡ് ചെയ്തും അജണ്ടയുമായി വന്ന അഡ്മിനിസ്ട്രേറ്റർമാരാണ്. ഇങ്ങനെ ഇവിടുത്തെ പ്രശ്നം കലുഷിതമാകുമ്പോൾ, അത്യധികം സീരിയസ് ആകുമ്പോൾ 10-25 അച്ഛന്മാരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ആഗോളതലത്തിലുള്ള ന്യൂസ് ഞാൻ പറഞ്ഞ പോലെ ആകും. അന്നൊരു പക്ഷെ മാർപ്പാപ്പ നിഷ്പക്ഷമായ ഒരു കമ്മീഷനെ നിയമിക്കും. അവരിവിടെ വന്ന് എല്ലാ പാർട്ടികളോടും ആലോചിച്ച് ചിന്തിച്ച് സത്യം മനസ്സിലാക്കി നിഷ്പക്ഷമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കും. അതാണ് നമുക്ക് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോ ഇവരുടെ ഈ പേപ്പടാച്ച് കണ്ട്, പുത്തൂരിന്റെ പേപ്പടാച്ച് കണ്ടൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെ വൈദികരുടെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമുക്ക് ഭയപ്പെടുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ഭയം. ഭയത്തെ മാത്രമേ നമുക്ക് ഭയപ്പെടാനുള്ളൂ, മറ്റൊന്നും നമുക്ക് ഭയപ്പെടാനില്ല. കാരണം സത്യവും നീതിയും നമ്മുടെ സൈഡിലാണ്. താങ്ക് യു വെരി മച്ച്.